ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ് ഉണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, ഹെഡ് ലൈറ്റിൻ്റെ പവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഡിസ്ക് സൗണ്ട് പറയുന്നുണ്ട്, ഇടയ്ക്ക് ചില സമയങ്ങളിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ചെയിൻ ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ചെയിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു സർവീസും കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് തീർന്ന് നിൽക്കണതാണ്. ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് അതിൻ്റെ സസ്പെൻഷൻ്റെ ബെയറിങ് നീഡിൽ ബെയറിംഗ് ആണ്, ആ നീഡിൽ ബെയറിങ് കൂടി മാറ്റിയിടണം. കാരണം വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു, വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഷിവറിങ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ്റെ ഇവിടെ വരുന്ന നീഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റണ കൂട്ടത്തിലൂടെയാണ് മാറ്റാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി അഴിക്കുമ്പോൾ ആ കൂട്ടത്തിലൂടെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ചെയിൻ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്, ഒരു പൊസിഷനിൽ തേമാനം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ സൗണ്ട് ആയിരിക്കും. അപ്പോൾ തന്നെയുള്ള ചെയിൻ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതിന് ശേഷം അടുത്ത സർവീസ് വരുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന കൂട്ടത്തിലൂടെ സസ്പെൻഷൻ ബെയറിംഗ് കൂടി നമ്മൾ മാറ്റിയിടണം കേട്ടോ. അതേപോലെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിടാം. ബ്രേക്ക് ഷൂ ഇതുമ്പോൾ കിടക്കുന്നത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക് ഷൂ ആണ്, പക്ഷേ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റീസെറ്റ് ആകാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്ത് പൊടി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ബ്രേക്ക് സൗണ്ട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. പിന്നീട് മാറ്റിയിടുമ്പോൾ ഒറിജിനൽ ഇട്ടാൽ മതി കേട്ടോ. അതേപോലെ ബാക്കിലത്തെ ടയർ ഏകദേശം തീർന്നുണ്ട്, സെൻറ്ററിൽ പെടുത്തൊന്നുമില്ല ബാക്കിലത്തെ. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിനും വേറെ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസ് അത്യാവശ്യം മോശമാണ്, അതിപ്പോൾ കിടക്കണ ഒറിജിനലൊന്നും അല്ല കേട്ടോ. ഈ സർവീസ് കൂടി വേണമെങ്കിൽ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ ശരിക്കും ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഡയറക്റ്റ് പണി കിട്ടുന്ന കേസാണ് എയർ ഫിൽറ്ററിൻ്റെ കേസൊക്കെ കേട്ടോ. തൽക്കാലം വേണമെങ്കിൽ എയർ അടിച്ചിടാം, എന്നിട്ട് അടുത്ത സർവീസിൽ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. കാർബേറ്റർ ആവശ്യമാണെങ്കിൽ കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്തിടാൻ നന്നായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2025 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ 7 ആമ്പിയറിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.80 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത്, ബ്രേക്ക് സൗണ്ടിൻ്റെ കേസ് പറയുന്നുണ്ട്. ചില സമയങ്ങൾ ബ്രേക്ക് സൗണ്ട് കാണിക്കുന്ന കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നേണേൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രഷറിൻ്റെ പ്ലേറ്റ്, അതായത് നമ്മൾ ഡിസ്ക് ബ്രേക്കിനെ പുള്ള് ചെയ്ത് നിർത്തുന്ന ഒരു പ്ലേറ്റാണ്, അതിൻ്റെ പൊസിഷൻ മാറിയിട്ട് അതും ചെറുതായിട്ട് ടച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഇല്ല. കോൺസെൻറ്റിൻ്റെ ഭാഗത്തും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഫ്രണ്ട് ഷോക്കും ആക്ഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിംഗ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിൻ്റെ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല പ്ലഗാണ്. പക്ഷേ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ നമ്മൾ പ്ലഗും കൂടി മാറ്റി ഇട്ടോണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. കാരണം രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് മാറ്റണത് ഓരോ 10,000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടത്. ഇമാതിരി ഐറ്റംസൊക്കെ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എവിടെ നിന്നോ പുറമേ ഷോപ്പിൽ കയറിയപ്പോൾ അവൾ മാറ്റിയിട്ടാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ തൽക്കാലം എയർ അടിച്ചിടാം, എന്നിട്ട് നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ ഒരുമിച്ച് മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു, ഓയിൽ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഏകദേശം ഒരു സർവീസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മളിപ്പോൾ വീൽ ബെയറിംഗ് മാറ്റുന്നുണ്ട്, അല്ല ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് മാറ്റുന്നുണ്ട്. പിന്നെ സർവീസ് വർക്കാണ് മെയിനായിട്ട് തന്നെ. അപ്പോൾ അടുത്ത സർവീസിൽ നമ്മൾ ചെയ്യേണ്ട കേസ് ചെയിൻ സ്പോക്കറ്റ് സസ്പെൻഷൻ ബെയറിംഗ് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ അടുത്ത സർവീസിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ.